നമസ്കാരം, ഞാൻ ബിബിൻ ജോർജ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ്റെ തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ്. വലിയൊരു ഹൃദയത്തിൽ നിന്നുള്ളൊരു നന്ദി പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഒരു സിനിമ സാധാരണ ഇറങ്ങുമ്പോൾ ആകെ ഒരു ടെൻഷനാണ് എല്ലാവർക്കും ഉണ്ടാവാറുള്ളത്. ഈ പടം ഇഷ്ടപ്പെടുമോ, ജനങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ടെൻഷൻ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം 2 ടെൻഷനായിരുന്നു. വേറൊന്നുമല്ല, ഈ പടം ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ഒരു ടെൻഷൻ, 2 ഇഷ്ടപ്പെട്ടാലും ജനങ്ങൾ നോട്ടിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് തിയേറ്ററിൽ കയറുമോ എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം ഞങ്ങളുടെ പ്രതീക്ഷയിലൊക്കെ എന്താ പറയുക അസ്ഥാനത്താക്കിയിട്ട് പ്രേക്ഷകർ കൈ നീട്ടി കട്ടപ്പനയിലെ ഋത്തിക് റോഷനെ സ്വീകരിച്ചു. തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ജനപ്രളയാണ്. ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇരട്ടി മധുരത്തിൻ്റെ സമയമാണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ അല്ലെങ്കിൽ അമർ അക്ബർ ധോണി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇപ്പം ഞാനും പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കും, എവിടെ കൂട്ടുകാരൻ എവിടെയാണ്, വിഷ്ണു എവിടെയെന്ന്. അതേ അവസ്ഥ തന്നെയാണ് എനിക്കും അവനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമുക്ക് അടുത്ത വേണമെങ്കിൽ നമ്മുടെ ഋത്തിക് റോഷനെ തന്നെ വിളിക്കാം. വിഷ്ണു എടാ അമ്മേ തിരക്കിലായിരുന്നു. ഹായ്, നമസ്കാരം. ഇവിടെ നമ്മുടെ പടം നന്നായിട്ട് വന്നതിന്റെ ആഘോഷവും എല്ലാരും കൂടി ഒന്ന് ഒത്തുചേർന്നിരിക്കുകയാണ്. എന്താണ് പറയണത്? നന്ദി. ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും നന്ദി. ആദ്യമേ നമ്മുടെ സിനിമ വരാൻ പോകുമ്പോൾ തന്നെ എല്ലാവരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പോസ്റ്റ് ഇടുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാണുമ്പോൾ ഉറപ്പായിട്ട് സിനിമ കാണുമെന്നൊക്കെ പറഞ്ഞവരൊക്കെ അതുപോലെ തന്നെ ചെയ്തു. ആദ്യമേ തന്നെ പോയി പടം കണ്ടു. അപ്പൊ അവര് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവര് അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത്രയും ആളുകൾ തിയേറ്ററിലേക്ക് എത്തിയതും പടം ഇപ്പൊ നന്നായിട്ട് പോകുന്നതും. അപ്പോൾ അവരോടുള്ള നന്ദിയാണ് ആദ്യം പറയാനുള്ളത്. ഇനി കാണാനുള്ളവർ എന്തായാലും ധൈര്യമായിട്ട് പോയി സിനിമ കാണണം വിത്ത് ഫാമിലി. നമ്മുടെ നായിക അവിടെ എത്തിയിട്ടുണ്ട്. പ്രയാഗ വായോ. പ്രയാഗക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷത്തിലാണ്. ഒത്തിരി അധികം നന്ദി ഓരോരുത്തരോടും പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളുടെ സിനിമയെ കൈ നീട്ടി സ്വീകരിച്ച് അതൊരു വലിയ വിജയമാക്കി തീർത്തേന് താങ്ക്സ് എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടല്ലേ. നമ്മളുടെ സിനിമയിൽ അവസാനം പറയുന്ന ക്ലൈമാക്സ് രംഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നന്മ. അതെ, നന്മ മാത്രമല്ല, ആളുകളാണ് വിഷ്ണു അല്ലെങ്കിൽ ഇക്കക്ക് ധൈര്യം കൊടുത്ത പ്രേക്ഷകനാണ് നന്ദി പറയേണ്ടതെന്നുള്ളത്. അതെ, അത് വീണ്ടും പറഞ്ഞോളൂ. അതെ, അത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കട്ടപ്പനയിലെ ഋത്തിക് റോഷനെ കാണുന്നത്. ഞങ്ങളുടെ എന്താ പറയാ ആ സിനിമയുടെ ഭാഗമായ ടീം അംഗങ്ങളായ ഞങ്ങള് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയം ആയിട്ടാണ് ഞങ്ങളുടെ സിനിമയെ കാണുന്നത്. തീർച്ചയായും എന്താ പറയാ ഒത്തിരി ബിബിനേട്ടനും വിഷ്ണുവേട്ടനും ആദ്യം എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നന്മയുടെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നന്മയുടെ ഒരു ടീം വർക്കിന്റെ ഭാഗമാവാൻ പ്രയാഗ താല്പര്യമുണ്ടെങ്കിൽ പ്രയാഗ ഈ സിനിമ ചെയ്യണം എന്നാണ്. അങ്ങനെ ഞാൻ പ്രയാഗ ഭയങ്കര ബോൾഡാണ് ഈ കാര്യത്തിൽ. വളരെ മെച്യൂർഡായ ഒരു നടിയെ പോലെയാണ്. തന്റെ കഥാപാത്രത്തിന്റെ ഡെപ്തും ഇതും മനസ്സിലാക്കി പ്രയാഗ ഈ സിനിമയിൽ ജോയിൻ ചെയ്തു. അതിന് വളരെ അയ്യോ, ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. 2 പേരും എന്റെ ചേട്ടന്മാരെ പോലെയാണ്, ചേട്ടന്മാരാണ്. അപ്പം ഈ സൗഹൃദം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് എന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ വേളയിൽ വെച്ച് നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. അതെ, സന്തോഷം. എല്ലാവർക്കും നന്ദി. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയെ വലിയ 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 വിജയത്തിലേക്ക് നയിക്കുന്ന മലയാളി പ്രേക്ഷകരോട് പറഞ്ഞാ തീരാത്ത, വാക്കുകളൊതുങ്ങാത്ത എന്താ പറയുക നന്ദി എന്നല്ല പറയേണ്ടത്. ശരിക്ക് ഒരു ഇത്തരത്തിലുള്ളൊരു സമയത്തും ഞങ്ങളുടെ കൂടെ നിന്നതിന് ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വാക്കുകൾ ഒതുക്കുന്നില്ല. നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവുക. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥന. താങ്ക് യു.